അപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ഫോർവേഡ് കോൺട്രാക്ട്സ്. അപ്പോൾ ഞാൻ ഫോർവേഡ് കോൺട്രാക്റ്റിനെ പറ്റി നമ്മൾ ഇനീഷ്യലി കുറച്ച് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് നമ്മൾ ഡെഫിനിഷൻസ് പറഞ്ഞ സമയത്ത്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജഗതി ചേട്ടനുണ്ട്. ജഗതി ചേട്ടനെ ഒരു മെഷീനറി മേടിച്ചിട്ടുണ്ടായിരുന്നു $1,00,000 1,00,000 വരുന്നത് എന്നാണ് 1 ഫെബ്രുവരി X1 മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ $1,00,000 ജഗതി ചേട്ടനെ റീപേ ചെയ്യണം വിത്തിൻ 3 months, 3 മാസത്തിൻ്റെ ഉള്ളിൽ റീപേ ചെയ്യണം. 3 മാസത്തിൻ്റെ ഉള്ളിൽ റീപേ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും റീപേയ്മെൻറ്റ് ഡേറ്റ് എന്നേക്കാരം വരിക? ഫെബ്രുവരി, മാർച്ച് 1, ഏപ്രിൽ 1, മെയ് 1 1520 X1 അതിനെ റീപേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 1 മേടിച്ച് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് $1 75 കൊടുക്കണം. അപ്പോൾ ജഗതി ചേട്ടൻ സ്വാഭാവികമായിട്ടും അതിൽ പേടിക്കുന്നുണ്ടാവും. എന്താണ്, ഇപ്പോൾ 75 ആണ് ഇപ്പോഴുള്ള ഡോളറിൻ്റെ വാല്യൂ അല്ലേ, ₹75 per ഡോളറാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഞാൻ 75 ലക്ഷം വേണം അത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെങ്ങാനും 80 രൂപ പെർ ഡോളറായി മാറിയാലോ, ഇതെങ്ങാനും 80 രൂപ പെർ ഡോളറായി മാറിയാലോ ഓൺ 1520 X1. അത് കൊടുക്കുന്ന സമയത്ത് 80 ലക്ഷം കൊടുക്കണം, 5 ലക്ഷം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്കറിയാം ഡോളറിൻ്റെ വില അങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ജഗതി ചേട്ടന് ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച്, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ആ മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിൽ ഇങ്ങനെ ഒരുപാട് ഫോർവേഡ് കോൺട്രാക്ട്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് സർ ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ? ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ് നിൽക്കുന്നത്? 1-2 എന്ന് വെച്ചാൽ 1 ഫെബ്രുവരി X1 അല്ലേ. ഈ X1 ആഫ്റ്റർ 3 months ജഗതി ചേട്ടൻ എന്ത് വേണം? $1,00,000 വേണം. അപ്പോൾ $1,00,000 എന്ത് ചെയ്യണം? ബൈ $1,00,000. പക്ഷെ ഒരിക്കലും 75 അവൈലബിൾ ആയിരിക്കില്ല. 75 അവൈലബിൾ ആയിരിക്കില്ല. പകരം ഒരു 78 അവൈലബിൾ ആണെന്ന് വിചാരിച്ചോളൂ. 78 അവൈലബിൾ ആണ് പെർ ഡോളർ. അപ്പോൾ ഇങ്ങനൊരു കോൺട്രാക്റ്റ് അവിടെ അവൈലബിൾ ഉണ്ട്. എന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞാൽ ജഗതി ചേട്ടന് പോയിട്ട് $1,00,000 78 ബൈ ചെയ്യാൻ പറ്റും. അന്നേരത്ത് മാർക്കറ്റിൽ ഏത് റേറ്റ് ആണെന്നുണ്ടെങ്കിലും 78 ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ ഉള്ള റേറ്റ് എത്രയാണ് വരുന്നത്? ₹75 പെർ ഡോളറാണ്. ഇത് തമ്മിൽ ഇപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്? ₹3 ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻ 3 × 1,00,000 എത്ര ഉണ്ട്? 3 lakhs ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡോളർ ഇങ്ങനെ 5ഉം 10 കൂടിക്കൊണ്ടിരിക്കെ ഈ 3 മാസത്തേക്ക് ഒരു 3 lakh rupees ഡിഫറൻസ് വന്നാലും എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാലോ എന്ന് ആര് ചിന്തിക്കുകയാണ്? ജഗതി ചേട്ടൻ ചിന്തിക്കുകയാണ്. നേരെ മറിച്ച് അത് ഒരു 80 ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ 2 lakhs കൂടി നഷ്ടം വരും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു റിയലായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 76 എടുക്കാം. നമുക്ക് മാർക്കറ്റിൽ എത്ര ഉണ്ട്? 76 അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3ക്ക് പകരം എന്തുണ്ടാവും? 1. അപ്പോൾ ഇപ്പോൾ എത്ര നഷ്ടമുള്ളൂ? 1 lakh എന്തുള്ളൂ? നഷ്ടമായിട്ടുള്ളൂ. എത്രയിലാണെന്ന് നോക്കണം നിങ്ങൾ. 75 lakhs പ്ലസ് ഇവിടെ എന്ത് ചെയ്യും? 76 lakhsന് 3 മാസം കഴിഞ്ഞാൽ 76 lakhന് ബൈ ചെയ്യാം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ ഇന്ന് പറഞ്ഞാൽ എന്നാണോ മെഷീനറി വാങ്ങിച്ചത് അന്ന് തന്നെ എൻറ്റർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ലോസ് എത്രയിലേക്കുമായിട്ട് മിനിമൈസ് ചെയ്യാൻ പറ്റും? 1 lakh ആയിട്ട് മിനിമൈസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം പ്രൈസ് അന്ന് എക്സ്ചേഞ്ച് റേറ്റ് അന്ന് എത്ര ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിലും ഈ റേറ്റിൽ വാങ്ങിക്കേണ്ടി വരും. ഇനി അന്ന് എക്സ്ചേഞ്ച് റേറ്റ് എത്ര കുറവാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ 75 നിന്ന് 70 ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ ജഗതി ചേട്ടന് നഷ്ടമാണ്. കാരണം അന്ന് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 70ക്ക് മേടിക്കാമായിരുന്നു, 5 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അവിടെ ലാഭം കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ റേറ്റ് ഫ്ലക്ച്വേഷൻ്റെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ജഗതി ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റിനാണ് നമ്മൾ എന്ത് പറയാം? ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറയാം. ഇത് ഇന്നാണോ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണത്? അല്ല.
ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ്, അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. ഇപ്പോൾ തന്നെ അന്നത്തെ പ്രൈസ് ഇപ്പോൾ തന്നെ രണ്ടുപേരും എഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 76 ആണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സർ ഇങ്ങനെ ഇപ്പോൾ ആരാണ് എൻട്രി ചെയ്യാൻ നിൽക്കുക? ഇവിടെ 75 ഉണ്ടായിരിക്കെ ഇങ്ങനെ ആരാണ് എൻട്രി ചെയ്യാൻ നിൽക്കുക? ഇങ്ങനെ ആരാണ് എൻട്രി ചെയ്യാൻ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മമ്മൂട്ടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. മമ്മൂട്ടി എന്നാ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് തന്നെ വെക്കാം. ഓക്കെ, 1 ഫെബ്രുവരിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 1 ഫെബ്രുവരിയിൽ മമ്മൂട്ടി ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോളർ 1 ലാക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 75 ആണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ എത്ര രൂപ എടുത്തിട്ടായിരിക്കും കടം കൊടുത്തിട്ടുണ്ടാവുക? 75 lakhs റുപ്പീസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടേക്കാരം യു എസിലുള്ള ഒരാൾക്ക്. യു എസിൽ ആരുണ്ട്? നമ്മുടെ മോഹൻലാൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. മോഹൻലാൽ യു എസിലാണ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ യു എസിലാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എനിക്കൊരു $1 lakh അർജൻറ്റായിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്തു? മമ്മൂട്ടി എന്ത് ചെയ്തു? ഈ $1 lakh ഇന്ന് ബാങ്കിൽ നിന്ന് 75 lakhs എടുത്ത് അതിനെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ആർക്ക് അയച്ചു കൊടുത്തു? മോഹൻലാലിനെ അയച്ചു കൊടുത്തു. മോഹൻലാൽ അന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡോളറിൽ തന്നെ ആയിക്കാരണം നിങ്ങൾക്ക് പൈസ തരുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 75 lakhs അല്ല, ഡോളറിൽ തന്നെയാണ് ഞാൻ പൈസ തരുള്ളൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്. ഇതും എത്ര മാസമാണ്? 3 months കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മമ്മൂട്ടി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനി 3 months കഴിഞ്ഞ് $1 lakh തരികയാണെന്ന് $1 lakh തരികയാണെന്ന് വിചാരിച്ചോളൂ. $1 lakh തരികയാണെന്ന് വിചാരിച്ചോളൂ. $1 lakh തരുന്ന സമയത്ത് ഈ ഡോളറിൻ്റെ വാല്യൂ ഒരു എന്താ പറയുക, ഡോളറിൻ്റെ വാല്യൂ ഒരു 70 ആയി എന്ന് വിചാരിക്കാം. എന്തുണ്ടാവുക? $1 lakh മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ബാങ്ക് എത്ര ഇന്ത്യൻ റുപ്പീസേ തരുള്ളൂ? $70 lakhs ആർക്ക് കൊടുക്കുള്ളൂ? മമ്മൂട്ടിക്ക് കൊടുക്കുള്ളൂ. എന്നുവെച്ചാൽ $1 lakh വെച്ചിട്ട് അന്നേരത്തെ എന്തുണ്ടാവുള്ളൂ? 70 lakhs മമ്മൂട്ടിക്ക് കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 3 മാസം മുമ്പ് 75 ലക്ഷം കൊടുത്ത് $1 lakh മേടിച്ച് മോഹൻലാലിന് കൊടുത്തത്, മോഹൻലാൽ $1 lakh തിരിച്ച് തന്ന സമയത്ത് മമ്മൂട്ടിക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 70 lakhs കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ പ്രൈസ് കുറയുമോ എന്നുള്ള ഒരു പേടി ആർക്കുണ്ട്? മമ്മൂട്ടിക്കുണ്ട്. അപ്പം മമ്മൂട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടി ഇവിടെ ഒരു ഈ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, ഈ കോൺട്രാക്റ്റ് $76 എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു തിയററ്റിക്കലായിട്ട് നിങ്ങളങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ. മമ്മൂട്ടി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്തു? സെല്ല് ചെയ്യാനുള്ള കോൺട്രാക്റ്റ്, ഇവിടെ ബൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ ആര് എൻ്റർ ചെയ്തിട്ടുണ്ട്? നമ്മൾ ജഗതി ചേട്ടൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൽ കോൺട്രാക്റ്റിൽ ആര് എൻ്റർ ചെയ്തു? മമ്മൂട്ടി എൻ്റർ ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ ഡോളർ 1 lakh സെല്ല് ചെയ്യാം അറ്റ് $76 റുപ്പീസിന് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം എന്നുള്ള ഒരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തു? മമ്മൂട്ടി ഇപ്പോൾ തന്നെ എൻ്റർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി മോഹൻലാൽ പൈസ 1 lakh വരുന്ന സമയത്ത് മമ്മൂട്ടി അതെടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്താൽ എത്ര കിട്ടും? 76 കിട്ടും. ഇപ്പോൾ എത്രയാണ്? 75 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാവില്ല, എന്നാലും ഒരു തിയററ്റിക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ മറ്റൊരു ആൾ അയാൾക്ക് കിട്ടാനുള്ളതോ അയാളുടെ എക്സ്പെക്റ്റേഷനോ എന്താണ്? പ്രൈസ് കുറയും എന്നാണ്. അപ്പോൾ അയാൾക്ക് കുറഞ്ഞാൽ നഷ്ടമുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഇപ്പോഴുള്ള ഹയർ പ്രൈസിൽ അയാൾ സെല്ല് ചെയ്യാൻ റെഡിയാവും. എന്നാൽ ജഗതി ചേട്ടന് പ്രൈസ് കൂടിയാലാണ് പ്രശ്നം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇപ്പോഴുള്ള റേറ്റിൽ ബൈ ചെയ്യാനുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ രണ്ട് പേരും ഏത് 15/2020x1 വരുന്ന സമയത്ത് മോഹൻലാൽ 1 lakh ആർക്ക് കൊടുത്തിട്ടുണ്ടാവും? മമ്മൂട്ടി കൊടുത്തിട്ടുണ്ടാവും. മമ്മൂട്ടി ആ മാർക്കറ്റിൽ 1 lakh സെയിൽ ചെയ്യും. ഈ സെയിൽ ചെയ്തതിന് ആര് വാങ്ങും? ജഗതി ചേട്ടൻ മേടിക്കും. എത്രയ്ക്ക്? 76-ന്. അപ്പോൾ ആ കോൺട്രാക്റ്റ് അവിടെ രണ്ടുപേരും ഫുൾഫിൽ ആയില്ലേ? രണ്ടുപേർക്കും അവരുടെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റിനാണ് ആക്ച്വലി എന്ത് പറയുക? ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഫോർവേഡ് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ഓർ സെൽ
എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഫോറിൻ കറൻസി അറ്റ് എ പ്രീ എഗ്രീഡ് എക്സ്ചേഞ്ച് റേറ്റ്. അതിന് നമ്മളെന്ത് പറയും? ഫോർവേഡ് റേറ്റ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്താണ് ഇവിടെ ഇവർ രണ്ട് പേരും എഗ്രി ചെയ്തിട്ടുള്ള എന്താണ്? ഒരു പ്രീ എഗ്രീഡ് റേറ്റിലാണ്, അതൊരു ഫ്യൂച്ചർ ഡേറ്റ് ആണ്, എന്താണ്? 1520x1. അപ്പോൾ ഇതിനെ നമ്മളെന്ത് പറയും? ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് എന്ന് പറയും 76-ന്. ഇതേ ദിവസമുള്ള സ്പോട്ട് റേറ്റ് എത്രയാണ്? 75 ആണ്. സ്പോട്ട് റേറ്റ് 75 ആണ്. എന്നാൽ ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് എത്രയാണ്? 76 ആണ്. ഓക്കെ അല്ലേ? ഇത്തരത്തിലുള്ള ഫോർവേഡ് കോൺട്രാക്ട്സുകൾ രണ്ട് രീതിയിൽ എൻ്റർ ചെയ്യാറുണ്ട്. ഒന്ന് സ്പെക്കുലേറ്റീവ് നേച്ചറിലും ഹെഡ്ജിങ് നേച്ചറിലും. ഹെഡ്ജിങ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു അസറ്റ്സോ ലാബിലിറ്റിയോ ഉണ്ട്. ഇപ്പോൾ ജഗതി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റീപേ ചെയ്യണം എത്രയാണ്? 1 lakh. ഒരു ലാബിലിറ്റി ഉണ്ട്, അതിനാണ് എന്ത്? അണ്ടർലൈൻ ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്യണത്? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണത്. എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എത്ര തരാനുണ്ട്? $1 lakh തരാനുണ്ട്. അവിടെ ഒരു റെസീവബിൾ ഉണ്ട് അണ്ടർലൈങ് ആയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അണ്ടർലൈങ് അസറ്റ്സുകൾ ഉണ്ട്. അത്തരത്തിൽ അണ്ടർലൈങ് അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ ആ ഒരു അണ്ടർലൈങ് അസറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വരുന്ന റേറ്റിൽ വരുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാവുന്ന ലോസിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറക്കാൻ വേണ്ടിയിട്ട്, ആ റിസ്കിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുള്ളത്? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഫോർ ഹെഡ്ജിങ് പർപ്പസ് എന്ന് പറയും. ഹെഡ്ജിങ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വെൻ ദർ ഈസ് എക്സിസ്റ്റിംഗ് ഫോറിൻ കറൻസി റിസീവബിൾ ഓർ പേയബിൾ. രണ്ട് പേർക്ക്, ഒരാൾക്ക് റിസീവബിളും ഒരാൾക്ക് പേയബിൾ ഉണ്ടായിരുന്നു. ജഗതി ചേട്ടന് പേയബിളും മമ്മൂട്ടിക്ക് എന്തുണ്ട്? റിസീവബിൾ ഉണ്ടായിരുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ ഇമ്പാക്റ്റ് ഓഫ് കറൻസി ഫ്ലക്ച്വേഷൻ ഓൺ എൻറ്റിറ്റി ഫിനാൻഷ്യൽ. ഇതെന്ത് ചെയ്യാൻ പറ്റും? ആ കറൻസി ഫ്ലക്ച്വേഷൻസിന് എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്പെക്കുലേഷനിലേക്ക് നമുക്ക് വരാം. ഇത്തരത്തിലുള്ള ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ തിരിച്ച് ജഗതി ചേട്ടൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ നമ്മൾ പോവാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇന്ന് ചാർജ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ജഗതി ചേട്ടൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ. അപ്പോൾ ഞാനതിന് ഓപ്പോസിറ്റ് അങ്ങനെ ഒരാളും കൂടി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ച് ജഗതി ചേട്ടൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ പോകണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ വേണ്ട, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ, റാവ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ പ്ലാന്റ് ഫോർ $1 lakh ഓൺ 1st February 2020. പേയബിൾ ആഫ്റ്റർ 3 months. 3 months കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ പേ ചെയ്യേണ്ടത്. കമ്പനി എൻറ്റേർഡ് ഇൻ ടു എ ഫോർവേഡ് കോൺട്രാക്ട് ഫോർ 3 months. അവരെന്ത് ചെയ്തു? 3 മാസം കഴിഞ്ഞിട്ട് പേ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ 1 lakh പേ ചെയ്യാനുള്ളത് കൊണ്ട് അവർ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. എത്രയാണ്? 49.15 per dollar ആണ് അന്നേരത്തുള്ള ഫോർവേഡ് കോൺട്രാക്ട്. എക്സ്ചേഞ്ച് റേറ്റ് പെർ ഡോളർ ഓൺ 1st February. അന്നുള്ള എക്സ്ചേഞ്ച് റേറ്റ് 1st February ഉണ്ടായിരുന്ന ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 48.85 ആണുള്ളത്. ഹൗ വിൽ യു റെക്കഗ്നൈസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ദ ബുക്സ് ഓഫ് റാവ് ലിമിറ്റഡ്? ഇതിനെങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ എന്നാണോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണത്, ആ എൻ്റർ ചെയ്യുന്ന ദിവസം തന്നെ അറിയാൻ പറ്റും നമുക്ക് ഈ കോൺട്രാക്റ്റിൽ ലാഭമാണോ നഷ്ടമാണോ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുത്തെ കേസിൽ നമ്മളുടെ ജഗതി ചേട്ടന് അറിയാൻ പറ്റും ജഗതി ചേട്ടന് എന്താണ് ഉണ്ടാവാൻ പോണത്? 1 lakh ലോസാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഈ റേറ്റിൽ പിന്നീട് ചേഞ്ച് ഒന്നും വരാൻ പോണില്ല. ഇന്നത്തെ റേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ പ്രൂഡൻസ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ കേസിലേക്ക് നോക്കാം. ഇവിടെ ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് എത്ര വരുന്നത്? 49.15 ആണ്. അയാൾക്ക് പേ ചെയ്യാനാണ് വേണ്ടത്. എന്നാൽ അയാൾക്ക് ഇപ്പോൾ ആക്ച്വലി എത്ര ഉണ്ട്? സ്പോട്ട് റേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്പോട്ട് റേറ്റ് എത്രയാണ് വരുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ആണ്, സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആണ് വരുന്നത്. ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് ഒന്നുമല്ല, എക്സ്ചേഞ്ച് റേറ്റ് ആണ് വരുന്നത്. 48.85 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ട്? അവിടെ നമ്മൾ എന്ത് പേ ചെയ്യുന്നുണ്ട്? പ്രീമിയം പേ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ട്. എത്രയാണ് എക്സ്ട്രാ പേ ചെയ്തിട്ടുള്ളത്? 48.85 മൈനസ് 49.15 എത്രയാണ് വരുന്നത്? 0.3 അല്ലേ? 0.3 റുപ്പീസിൻ്റെ പ്രീമിയം പേ ചെയ്യുന്നുണ്ട്. ഇത് എത്ര ഡോളറിനാണ്? 1 lakh.
അപ്പോൾ നമ്മൾ റുപ്പീസ് വാല്യൂയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? 30,000 എന്നുണ്ടാവില്ലേ? ഇൻറ്റു 1 lakh എത്ര ഉണ്ടാവും? 30,000 എന്നുണ്ടാവും. ഇത് $1 lakh റുപ്പീസ് 30,000 എന്നുണ്ടാവും. ആക്ച്വലി ഈ ഒരു ലോസ് നമുക്ക് വന്നിട്ടുള്ളത് 3 monthsലേക്കാണ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് 1/2/2020ക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 മാസം കഴിഞ്ഞാൽ അല്ലേ, 2 months കഴിഞ്ഞാലല്ലേ ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ടും ദെൻ മാർച്ചും എന്ന് വെച്ചാൽ 31/3/2020 എന്ന് പറഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞു? 2 months കഴിഞ്ഞു. 2 months കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ എത്ര മാസം കൂടി ഉണ്ട്? 1 മാസം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ 2019-20 അതുപോലെ തന്നെ 2020-21 ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഈ 30,000-ലെ 2 months എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30,000 ഇൻറ്റു 2/3 നമ്മൾ 19-20ലും 30,000-ൻ്റെ ഇൻറ്റു 1/3 നമ്മൾ എന്ത് ചെയ്യണം? 2021-ലും നമ്മൾ ലോസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയണത്. ഇത് നമ്മൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്നാണോ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണത് അന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രീമിയം എത്ര എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അന്ന് തന്നെ നമുക്കിത് ഈ കോൺട്രാക്റ്റിൽ ഇനി അങ്ങോട്ട് പ്രൈസിൽ എന്ത് ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്ന നഷ്ടം എത്രയാണ്? ലോസ് എത്രയാണ്? 30,000 ആണ്. കാരണം ഈ ലോസിനെ മിറ്റിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള 48.85-നേക്കാളും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ലോസിനേക്കാളും എന്തെങ്കിലും കൂടി പോകും. ഇനി അതിനേക്കാളും കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോസ് ഉണ്ട്, നമുക്ക് റിസ്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏസ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 30,000-ന് എന്ത് ചെയ്യണം? 30,000-ലെ 2/3 നമ്മൾ ഫസ്റ്റ് ഇയറിലും ദെൻ അതിന് 1/3 നമ്മൾ സെക്കൻഡ് ഇയറിലും ബേസ്ഡ് ഓൺ ദ ഫോർവേഡ് കോൺട്രാക്ട് പീരിയഡ് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിനെ നമ്മൾ അമൗണ്ടൈസ് ചെയ്യും. ഓരോ മാസത്തുള്ളത് ആ മാസം നമ്മൾ എന്ത് ചെയ്യും? അമൗണ്ടൈസ് ചെയ്ത് ചാർജ് ചെയ്യും P&L-ലേക്ക്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ഫോർവേഡ് പ്രീമിയം, കാൽക്കുലേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോർവേഡ് റേറ്റ് ആൻഡ് ദ സ്പോട്ട് റേറ്റ് ഓൺ കോൺട്രാക്ട് ഡേറ്റ്. കോൺട്രാക്ട് ഡേറ്റിലും അതുപോലെ തന്നെ എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് റേറ്റും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രീമിയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അമോർട്ടൈസേഷൻ ഓഫ് പ്രീമിയം, സ്പ്രെഡ് ദ പ്രീമിയം ഈവൻലി ഓവർ ദ ലൈഫ് ഓഫ് കോൺട്രാക്ട്. അപ്പം ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഈവൻലി സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവരെയുള്ളത് മാത്രം P&L-ലേക്ക് ചാർജ് ചെയ്താൽ മതി. ആൻഡ് ദ അമോർട്ടൈസ് ആസ് ആൻ എക്സ്പെൻസ് ഓർ ഇൻകം ഓവർ എ ലൈഫ് ഓഫ് കോൺട്രാക്ട് ചാർജ് ടു P&L. നോ ഇമ്പാക്റ്റ് ഓൺ റേറ്റ് ഫ്ലക്ച്വേഷൻ. പിന്നീട് വരുന്ന റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ റേറ്റ്സുകൾ നമ്മളവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഹെഡ്ജിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ്ചേഞ്ച് റേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്ട് നമ്മളെടുത്തു. ദെൻ അതുപോലെ തന്നെ എന്ത് വെച്ചു? ഫോർവേഡ് റേറ്റ് എടുത്തു. അത് വെച്ചിട്ട് നമുക്ക് പ്രീമിയം നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. പ്രീമിയത്തിനെ നമ്മൾ എന്ത് ചെയ്തു? അമോർട്ടൈസ് ചെയ്തു, സ്പ്രെഡ് ചെയ്തു നമ്മൾ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക്. അത്രയാണോ ഫോർവേഡ് കോൺട്രാക്ട് പീരീഡ്? ആ പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഹെഡ്ജിങ് ഈസി അല്ലേ? ഇതിനേക്കാൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുമോ? അറിയില്ല. ഞാൻ ഇത്രയേ ഉള്ളൂ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ. ഇതിന് പല ആൾക്കാരും ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജഗതി ചേട്ടനും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഇതിന് ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാറുണ്ട്. ഓലിങ്ങനെ അവരൊരു എന്ത് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കണ ഇവരെല്ലാവരും ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലാരൊക്കെ ഉണ്ട്? ജഗതി ചേട്ടനുണ്ട്, മമ്മൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഇവിടെ മമ്മൂട്ടിയുടെ മമ്മൂക്കുണ്ട്, മോഹൻലാലുണ്ട്, ഇവരെല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അതിലാരും കൂടി ഉണ്ട്? നമ്മുടെ അപ്പോൾ ഈ മൂപ്പരിങ്ങനെ മാറി നിൽക്കണം. ഇവരിങ്ങനെ ഫോർവേഡ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടും എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്കും ഇതൊക്കെ ചെയ്യാനൊരു പൂതി. പക്ഷേ മൂപ്പർക്ക് റിസീവബിളും പേയബിളും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾക്കും ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തിനാണ് അങ്ങനെ എൻ്റർ ചെയ്യണത്? അങ്ങനെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തിന് എൻ്റർ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡേറ്റൊക്കെ നമ്മൾ സെയിം ഡേറ്റ് തന്നെയാണ് വെക്കുന്നത്. 1/2/X1 കിടക്കണം. ഫെബ്രുവരി 1 തീയതി നമ്മൾ കിടക്കണം. ആര്? മമ്മക്കോയ. ഫെബ്രുവരി 1 ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. മാർക്കറ്റിലൊക്കെ പോയി നോക്കിയപ്പോൾ ആദ്യം 3 months കഴിഞ്ഞാൽ
ആഫ്റ്റർ 3 മന്ത് മാമുക്കോയ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഒരു ₹75 ആയിരിക്കാം എന്ന് മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു ഫോർവേഡ്, നമുക്ക് ഫോറിൻ കറൻസി per ഡോളറാണ്, 75 per ഡോളറാണ്. $1 നമുക്ക് 75 രൂപ കൊടുത്താൽ വാങ്ങാനോ, നമ്മുടെ കയ്യിൽ $1 ഉണ്ടെങ്കിൽ 75 രൂപക്ക് അത് വിൽക്കാനോ സാധിക്കുമെന്നുള്ളത് മൂപ്പരുടെ കാൽക്കുലേഷനാണ്. ആരുടെ? നമ്മുടെ മാമുക്കോയിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ എടുത്തു. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ മൂപ്പരിങ്ങനെ കാണുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഒരു ബൈ കോൺട്രാക്റ്റ് ആഫ്റ്റർ 3 മന്ത്സ് ഒരു 73 കാണുന്നുണ്ട്, ₹73 per ഡോളർ. ഒരു ബൈ കോൺട്രാക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ മൂപ്പരിങ്ങനെ ചിന്തിക്കുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, ഡോളറൊന്നുമില്ല. ഞാനിപ്പോൾ ഈ കോൺട്രാക്റ്റ് എൻ്റെ പേരിലേക്ക് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഡോളറിനായിക്കോട്ടെ, $1,00,000, എന്താണ് റുപ്പീസ് കയറി വരുന്നത്, $1,00,000 ഞാൻ എന്ത് ചെയ്യാം, 73 രൂപക്ക് ബൈ ചെയ്യാം. എൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും, 75 രൂപ കിട്ടും. അപ്പോൾ ഞാൻ അതിനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും, 75 ലക്ഷം കിട്ടും. ഞാൻ ഈ ബൈ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ടത് എത്രയേ ഉള്ളൂ, 73 ലക്ഷം ഉള്ളൂ. എനിക്ക് എത്ര ലാഭമുണ്ട്, 2 ലക്ഷം രൂപ 3 മാസം കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയും എൻട്രി ചെയ്യും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ ഒരു അണ്ടർലൈയിങ് അസറ്റ് ഇല്ല, പ്യുവർ സ്പെക്കുലേഷനാണ്. നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടുമെന്നുള്ള സ്പെക്കുലേഷനാണ് നമ്മൾ എടുക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമെന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രീതിയിലുള്ള ബൈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ സൗണ്ട് കേൾക്കണ്ട നിങ്ങൾ, അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് 75 ആണ്. ഇതേ എക്സ്പെക്റ്റേഷനാണ് കിടക്കണമെന്ന് വിചാരിച്ചു. നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഇതേ 75-ലാണ്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത്, ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. മാർക്കറ്റിൽ ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ഫോർവേഡ് കോൺട്രാക്ട്സ് അവൈലബിൾ ആണ് നമുക്ക്, എത്രക്കറിയോ, 78 അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നോക്കും ഈ 78 സെല്ല് കോൺട്രാക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ യെസ്, സെൽ കോൺട്രാക്റ്റ് അവൈലബിൾ ആണ്. ഈ 78-ന് ബൈ കോൺട്രാക്റ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, 78-ന് ബൈ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മളതിൽ എൻ്റർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴത്തെ കേസിൽ 78-ന് ബൈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? 78-ന് ഞാൻ ബൈ ചെയ്തു. മാർക്കറ്റിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എത്രയാണ്, 75 ആണ്. 75-ന് കൊണ്ടുപോയി സെയിൽ ചെയ്യും. 78-ന് വാങ്ങി 75-ന് സെയിൽ ചെയ്താൽ നഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇഗ്നോർ ചെയ്യണം. ബൈ കോൺട്രാക്റ്റ് അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഒരു സെൽ കോൺട്രാക്റ്റ് കണ്ടു. സെൽ കോൺട്രാക്റ്റ് എത്രക്കാണ്, 78-ന് ഒരു സെൽ കോൺട്രാക്റ്റ് കണ്ടു. അപ്പോൾ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി മനസ്സിലായി. എന്താണ്, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എത്രയാണ്, 75 ആണ്. അപ്പോൾ ഞാൻ 75-ന് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്ത് ഈ കോൺട്രാക്റ്റ് ത്രൂ ഞാൻ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ലാക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ബൈയും ചെയ്യാം, സെല്ലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് നേരത്തെ നമ്മൾ ഹെഡ്ജിങ് ചെയ്ത സമയത്ത് നമുക്ക് ആ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം, നമ്മളുടെ ഈ 75 എന്ന് പറയണത് അവിടെ ഫിക്സ്ഡ് അല്ല. കാരണം ഇത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മളുടെ എക്സ്പെക്റ്റേഷനാണ് എന്ത്, 75 ആവുമെന്നുള്ളത്. ഈ 75 ഒരു 80 ആയാൽ ഞാൻ ബൈ ചെയ്തു, 73-ക്ക് ബൈ ചെയ്യും, 80-ക്ക് ഞാൻ സെയിൽ ചെയ്യും. ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാവും. എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, 7 ലാക്കിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവും. എന്നാൽ 73 ഉള്ളത് എൻ്റെ എന്ത് ചെയ്തു, 80 ആവണതിന് പകരം 70 ആയിക്കഴിഞ്ഞാൽ എനിക്കെന്തുണ്ട്, ലോസ് ഉണ്ട്. ഈവൻ ദോ ഞാൻ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഈ കറണ്ട് ടൈമിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്കന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് എനിക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്പെക്കുലേഷനാണ് നടത്തുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ
നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ഡേറ്റ് ഉണ്ടല്ലോ, എന്നാണ് 1 February 2020X1, അന്ന് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല. നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് റെക്കഗ്നൈസ് ചെയ്യും എപ്പോഴെങ്കിലും റിപ്പോർട്ടിംഗ് ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. അതേപോലെ തന്നെ എന്നാണോ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് അന്നും നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഈ പീരീഡിലേക്ക് അമോർട്ടൈസ് ചെയ്യുന്ന പരിപാടിയൊന്നും നമ്മുടെ സ്പെക്കുലേഷനിലില്ല. അപ്പോൾ ഒന്നുകൂടി ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഉണ്ട്. നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഏത് കോൺട്രാക്ട് പ്രൈസ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റോ ലോസോ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ കാണുന്നത്. സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ആക്ച്വലി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 75 ആണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. നമുക്ക് എന്ത് കിട്ടി, 76 ആണ് അന്നേരത്തെ റേറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 73 ബൈ ചെയ്യും, 76 സെയിൽ ചെയ്യും, നമുക്ക് 3 lakhൻ്റെ പ്രോഫിറ്റ് ഉണ്ട്, P&L നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. ആ സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ യാതൊരു ഇഷ്യൂ വരുന്നു. ഇനി ലോസ് ആണെങ്കിൽ അന്ന് P&L ചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെ ലോസ് വരാം, ബൈ ചെയ്തു 73, പക്ഷേ 72 ആണ് റേറ്റ്. അന്നേരത്തെ 72 സെയിൽ ചെയ്യണമെങ്കിൽ 1 lakh rupees ലോസാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, P&L ചാർജ് ചെയ്യാൻ പറ്റും. സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇത് വരുന്ന സമയത്ത് ഏത് റിപ്പോർട്ടിംഗ് ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലോസിൻ്റെയും പ്രോഫിറ്റിൻ്റെയും റെക്കഗ്നിഷൻ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഒരു എക്സാമ്പിൾ സഹിതം തന്നെ വരാം. അതിന് മുമ്പ് നമ്മുടെ ബുക്കിൽ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. എന്താണ് സ്പെക്കുലേഷൻ ഇൻ ഫോറക്സ് എന്ന് പറഞ്ഞാൽ? സ്പെക്കുലേഷൻ ഇൻവോൾവ് എൻറ്ററിങ് ഇൻ ടു എ ഫോറിൻ എക്സ്ചേഞ്ച് കോൺട്രാക്ട് പ്യുവർലി ടു ഗെയിൻ ഫ്രം കറൻസി റേറ്റ് ഫ്ലക്ച്വേഷൻ. കറൻസി റേറ്റ് ഫ്ലക്ച്വേഷനിൽ നിന്നുള്ള എന്തിന് പ്യുവർലി അതിന് വല്ല ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. വിത്തൗട്ട് എനി ആക്ച്വൽ അണ്ടർലൈങ് ഫോറക്സ് റിസീവബിൾ ഓർ പേയബിൾ. അപ്പം നേരത്തെ നമ്മൾ ജഗതി ചേട്ടന് എന്തുണ്ടായിരുന്നു, പേയബിൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് എന്തുണ്ടായിരുന്നു, മമ്മൂക്കാക്ക് എന്തുണ്ടായിരുന്നു, റിസീവബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ അണ്ടർലൈങ് ഉണ്ടായിരുന്നു. അതിൻ്റെ റിസ്കിനെ, എക്സ്ചേഞ്ച് റേറ്റ് റിസ്കിനെ അവർ ഹെഡ്ജ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ അത്തരത്തിലുള്ള എക്സ്ചേഞ്ച് റിസ്ക് ഒന്നുമല്ല. ഇവിടെ നമുക്ക് ഗെയിൻ ഉണ്ടാക്കുക, ഈ ഫ്ലക്ച്വേഷനിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യണത്, സ്പെക്കുലേഷൻ ഇൻ ഫോറക്സ് ചെയ്യണത്. നോ നീഡ് ടു കാൽക്കുലേറ്റ് ഫോർവേഡ് പ്രീമിയം. ഫോർവേഡ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫോർവേഡ് പ്രീമിയം ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ഓർ അമോർട്ടൈസ്ഡ് ഇൻ സ്പെക്കുലേറ്റീവ് കോൺട്രാക്ട്. നമ്മൾ സ്പെക്കുലേറ്റീവ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യില്ല, അത് അമോർട്ടൈസ് ചെയ്യുകയോ റെക്കഗ്നൈസ് ചെയ്യുകയോ ചെയ്യില്ല. റെക്കഗ്നിഷൻ ഓഫ് ഗെയിൻ ഓർ ലോസ് എപ്പോഴാണ് നടത്തുക, ഓൺ റിപ്പോർട്ടിംഗ് ഡേറ്റ്. റിപ്പോർട്ടിംഗ് ഡേറ്റിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. കമ്പയർ ഫോർവേഡ് റേറ്റ്, നമ്മളുടെ ഫോർവേഡ് റേറ്റ് വിത്ത് ഫോർവേഡ് റേറ്റ് അവൈലബിൾ ഓൺ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഫോർ റിമൈനിങ് മെച്യൂരിറ്റി. എന്താ സാർ അത് പറയണത് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് എന്താണ്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് 1/2/X1 നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ക്ലോസിംഗ് റേറ്റ് വരും 31/3/X1 വരും. അതുപോലെ തന്നെ 15/X1 ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ എത്ര മാസം വന്നു, 2 months വന്നു. ഇവിടുന്ന് എത്രയാണ്, 1 month അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ്, നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്, 75. നമ്മൾ സ്പെക്കുലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടത്തിയത് ഇവിടുത്തെ സ്പോട്ട് റേറ്റും നമ്മുടെ ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല നമ്മൾ സ്പെക്കുലേഷൻ ആയിരിക്കുന്ന സമയത്ത്. ഇത് ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് തന്നെയാണ്. നമ്മൾ ഇതിനെയും കമ്പയർ ചെയ്യുക ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ബട്ട് ഏത് ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 31/3/2020X1 റിമൈനിങ് പീരീഡിലേക്കുള്ള ഫോർവേഡ് കോൺട്രാക്ട്. അപ്പോൾ ഇതെന്തായിരുന്നു, ഫസ്റ്റത്തെ ഫോർവേഡ് കോൺട്രാക്ട് എന്തായിരുന്നു, 3 months ആയിരുന്നു. രണ്ടാമത്തെ ഓൾറെഡി 2 months കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യണം, 1 month റിമൈനിങ് പീരീഡിലേക്കുള്ള ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ റേറ്റ് അവൈലബിൾ ആണോ നോക്കണം. അത് അവൈലബിൾ ആണെങ്കിൽ ആ റേറ്റ് നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ എക്സാമിന് പല സമയത്തും ഈ ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ സ്പോട്ട് റേറ്റ് എടുക്കാൻ പറ്റും. അന്നത്തെ ക്ലോസിംഗ് ഡേറ്റിലുള്ള 31 March സ്പോട്ട് റേറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അത് ശരിയല്ല. അതിൽ ചില മിസ്റ്റേക്സുകൾ ഉണ്ട്, നമ്മുടെ മെറ്റീരിയലുണ്ട്. ബട്ട് ഇതാണ് അതിൻ്റെ ആക്ച്വൽ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട് 1 month നമ്മൾ എടുത്തു. അത് 76 അവൈലബിൾ ആണെന്ന് വിചാരിക്കാം. 76 അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 76 അവിടെ ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് എന്താണ്, അവൈലബിൾ ആണ്. ആക്ച്വലി നമുക്ക് 1 rupees എന്താണ്, പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഈ പ്രോഫിറ്റിനെ എവിടേക്ക് റെക്കഗ്നൈസ് ചെയ്യും, P&L റെക്കഗ്നൈസ് ചെയ്യും. ഇനി നമ്മൾ സെറ്റിൽമെൻറ്റ് ഡേറ്റ് വരികയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്തിലേക്ക് എത്തിയിട്ടുണ്ട്, 76 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെറ്റിൽമെൻറ്റ് ഡേറ്റ് വരികയാണ്. സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ നമുക്ക് എന്താണ് 78, അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ 78 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭമില്ല. അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് 78 ആണ്. നമ്മൾ 75 നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 76 ഓൾറെഡി ആക്കി വെച്ചിട്ട് 1 lakh നമ്മൾ പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 76 തമ്മിലുള്ള ഡിഫറൻസ് എത്ര ഉണ്ടാവും, 2 lakh നമ്മൾ ഈ ഒരു
സെറ്റിൽമെൻറ്റ് ഡേറ്റിലും നമ്മൾ എന്ത് ചെയ്യും റെക്കഗ്നൈസ് ചെയ്ത് വെക്കും. ഈ 2 ഡേയ്സിലും നമ്മൾ എന്ത് ചെയ്തും P&Lലേക്ക് നമ്മൾ പ്രോഫിറ്റിൻ്റെ റെക്കഗ്നീഷൻ മാറ്റി കൊടുക്കും. അപ്പോൾ സർ ഇത് തിരിച്ച് 75 ആയാലോ? ഇത് തിരിച്ച് ഈ സമയത്ത് ഇവിടെയുള്ള എക്സ്ചേഞ്ച് റേറ്റ് 75 തന്നെ ആയി എന്ന് വിചാരിക്കുക. നമ്മൾ എത്രയാണ് റെക്കഗ്നൈസ് ചെയ്ത് 76 ആണ്. ആക്ച്വലി നമുക്ക് അന്നേരത്ത് എന്ത് ചെയ്യും ലോസ് 1 lakh നമ്മൾ തിരിച്ച് ഇതിനെന്ത് ചെയ്യേണ്ടി വരും റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ എസ്റ്റിമേഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് അക്കൗണ്ടിങ് പോളിസി എന്നല്ല പ്രോസ്പെക്റ്റീവ് ചെയ്താൽ മതി. ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി റെക്കഗ്നൈസ് ചെയ്താൽ മതി P&L. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മെറ്റീരിയൽ പറയുന്നത് നോക്കാം. ഫോർവേഡ് പ്രീമിയം ഈസ് നോട്ട് ഡിറ്റർമൈൻഡ്. നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് ഡേറ്റിൽ നമ്മൾ ചെയ്യണം സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ കമ്പയർ ഫോർവേഡ് റേറ്റ് വിത്ത് സ്പോട്ട് റേറ്റ്. സ്പോട്ട് റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. ശ്രദ്ധിക്കണം, ഈ ഫോർവേഡ് റേറ്റ് നമ്മൾ ഇൻ ബിറ്റ്വീൻ റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസ്റ്റേറ്റഡ് ആണ് എടുക്കേണ്ടത് കേട്ടോ. റീസ്റ്റേറ്റഡ് റേറ്റ് ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചോളൂ പിന്നീട് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷൻ വെച്ചാൽ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റ്. ഇതിൽ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും കേട്ടോ. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ഫോർവേഡ് റേറ്റ് ഓൺ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഓർ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ സെറ്റിൽമെൻറ്റ് ഡേറ്റോ നമ്മൾ രണ്ട് നോക്കി പ്രീമിയം ഓർ ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യും ആ കോൺട്രാക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണല്ലോ നിങ്ങൾ? എവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ വേയിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരേണ്ടതാണ്. പല ക്വസ്റ്റ്യനിലും ഇത്തരം ഡീറ്റെയിൽസുകൾ അവൈലബിൾ ആയിരിക്കില്ല. ബട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയണമെന്നുള്ളത്. മിസ്റ്റർ എ ബോട്ട് ഫോർവേഡ് കോൺട്രാക്ട് ഫോർ 3 months. അപ്പോൾ ഇവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായിട്ട് അതിനെ അസ്യൂം ചെയ്യണം? സ്പെക്കുലേഷനായിട്ട് അസ്യൂം ചെയ്യണം. ഓഫ് $1 lakh ഓൺ 1/3/2000 20x2 അവർ വാങ്ങിക്കുന്നത് 1/3x2 എന്ത് ചെയ്യണത് മേടിക്കണത് ഫോർവേഡ് കോൺട്രാക്റ്റ് എടുക്കുന്നത്. എത്ര മാസത്തേക്കാണ്? 3 monthsലേക്കാണ്. അതിൽ 1 month എൻ്റെയും 31/3x2 എൻ്റെയും ഒരു മാസം. രണ്ടാമത്തെ മാസം 4 ഞാൻ 5 ആണ് ഇടുന്നത്. 15x2 അതുപോലെ തന്നെ 16x2. ഇവിടെ ആക്ച്വലി വരേണ്ടത് 14 ആണ്. നമ്മൾ അക്കൗണ്ട്സിൻ്റെ ക്ലോസിങ് എന്താണ് 31/3x2 അല്ലേ? അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് 31/3 കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? അറ്റ് $1 is equal to ₹74. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് നമുക്കിവിടെ ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് കിട്ടിയിട്ടുള്ളത് 74 എന്ന് വരുന്നത് എങ്ങനെ 47.1 per dollar ആണ് വരുന്നത്. വെൻ എക്സ്ചേഞ്ച് റേറ്റ് വാസ് 72.0 വെൻ എക്സ്ചേഞ്ച് റേറ്റ് വാസ് $1 എത്രയാണ് റുപ്പീസ്? ഇവിടെ റുപ്പീസാണ്. ₹72.02 on 31/3/20x2 when he closes the books of accounts. ഫോർവേഡ് റേറ്റ് ഓഫ് 2 months എന്നാണ് അന്നേരത്തുള്ള. അപ്പോൾ ഇതെന്താണ് ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് ആണ്. അന്നത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്രയായിരുന്നു? 72.02 ആണ് അന്നത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, പെർ ഡോളർ. ഓക്കെ, ഇനി ഓൺ 31/3/20x2 വെൻ ഹീ ക്ലോസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്? ദ ഫോർവേഡ് റേറ്റ് ഫോർ 2 months. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള 2 months ഫോർവേഡ് റേറ്റ്. അപ്പോൾ ഇതെന്താണ്? ഇത് 3 months ഫോർവേഡ് റേറ്റ് ആണ്. ഈ ക്ലോസിംഗ് ഡേറ്റിൽ 2 months ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് വാസ് 47.15 ആണ്. ഓൺ 34/20x2 he decided to sell the contract. That means or now ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അവർ എത്തിയിട്ടില്ല. ഈ ഡേറ്റിൽ അവരെന്ത് ചെയ്തു? ഇതിനെ സെല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഈ ഡേറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 34 തന്നെ കൊടുക്കാൻ പറ്റും. ഞാനിത് കുറച്ച് ഇങ്ങോട്ടേക്കും കൂടി മാറ്റി വെക്കുകയാണ് നമ്മുടെ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. എന്തിനൊക്കെയാണ് 34x2. അന്നേരം അയാൾ എന്ത് ചെയ്തു?
ഐ എം സോറി, എന്താണ്, ഓൺ 34/20/X2 he decided to sell the contract at 40. അപ്പോൾ ഇത് സെല്ല് ചെയ്തു 47.18 എന്ത് ചെയ്തു, സെല്ല് ചെയ്തു പെർ ഡോളർ. അതുപോലെ ഷോ ഹൗ ദ പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് കോൺട്രാക്ട് വിൽ ബി റെക്കഗ്നൈസ്ഡ് 20X1 X2ലും അതുപോലെ തന്നെ X2 X3ലും എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ഫോർവേഡ് കോൺട്രാക്റ്റ് അവരെന്ത് ചെയ്യുന്നു, ഇൻ ബിറ്റ്വീന് സെയിൽ ചെയ്യുന്നുണ്ട്. എന്നാണ് സെയിൽ ചെയ്യുന്നത്, അന്ന് സുഖമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇൻ ബിറ്റ്വീൻ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓൺ 1320X2ൽ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ഓർ ലോസോ നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കഗ്നൈസ് ചെയ്യൂല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് 31/3/20X നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്, 3 months നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയായിരുന്നു, 47.1 ആയിരുന്നു നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ഫോർവേഡ് കോൺട്രാക്ട് ഫോർ 2 months റിമൈനിങ്, ഇനി 2 months പീരീഡ് അല്ലേ, 2 months എത്ര ഉണ്ടായിരുന്നത്, 47.15 ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടും, പ്രോഫിറ്റ് ആയിക്കാരുണ്ടാവുക. റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ബൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റിലാണ് നമ്മൾ എൻട്രി, ഈ ബോട്ട് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ് ബൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യാം നമുക്ക്. അപ്പോൾ സെല്ലാണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ റേറ്റിന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്, പ്രീമിയം ഉണ്ട്. എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്, 0.05 എന്ന് വരും ഇല്ലേ. നമുക്ക് എത്രയാണ് ഡോളർ വാല്യൂ എത്രയുള്ളത്, $1,00,000 ആണ്. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും, റുപ്പീസിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, 1,00,000 × 0.5 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 5,000 എന്നുണ്ടാവും അല്ലേ. ഇത് നമ്മൾ എവിടേക്ക് മാറ്റണം, P&Lലേക്ക് മാറ്റണം പ്രോഫിറ്റായിട്ട്. ഇനി ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് നമ്മുടെ 3 months റേറ്റ് ഇതായിരുന്നു. ഇതിനെ നമ്മൾ ഏതിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, 47.15ലേക്ക് റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ നമ്മൾ സെല്ല് ചെയ്യാണ്. സെൽ റേറ്റ് എത്രയാണ്, 47.18 നമ്മൾ സെല്ല് ചെയ്യാണ്. എന്നാൽ നമ്മൾ ഇതുവരെ റീസ്റ്റേറ്റ് ചെയ്ത ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്, ഇവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ 47.1 എടുക്കരുത്. ഇവിടെ എത്രയാണ് വരിക, 47.15 ആണ് വരിക. എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്, 0.03 എന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയും പ്രോഫിറ്റാണ് വരുന്നത്, 0.03 വരും. അപ്പോൾ നമുക്ക് $1,00,000 ആണ് ഡോളർ ഉള്ളത്, $1,00,000 ഉണ്ട്. നമുക്ക് എന്തുണ്ടാവും, 3,000 പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടിയ പ്രോഫിറ്റ് എത്രയും നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത പ്രൈസ് എത്രയാണ്, 47.1 ആണ്. എന്നാൽ നമ്മൾ സെയിൽ ചെയ്യണ എത്രയാണ്, 47.18 ആണ്. അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്, 8 rupees ഡിഫറൻസ് ഇല്ലേ, 1 അല്ല 7 rupees ഡിഫറൻസ്. 7 ആണോ 8 ആണോ, നമുക്ക് എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ 7 അല്ലേ വരുന്നുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ അതെന്ത് പറ്റി അങ്ങനെയല്ല, ഇവിടെ 47.8 തന്നെ വരുന്നില്ലേ. എങ്ങനെയാണ് 47. എനിക്ക് മാറിപ്പോയതാണ്, എന്താ ചെയ്യുക. 47.18 നമ്മൾ സെല്ല് ചെയ്തത്. കോൺട്രാക്റ്റിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് എത്രയാണ്, 47.1 നമ്മൾ. അപ്പോൾ നമുക്കെന്തുണ്ടാവും, 0.08. അപ്പോൾ നമുക്ക് 1,00,000 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8,000 എന്നുണ്ടാവും. അപ്പോൾ 5,000 അതുപോലെ തന്നെ 3,000 എത്ര വരും, 8,000 വരും. 5,000 3,000 എത്ര വരും, 8,000. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെക്കുലേഷനും അല്ലാത്ത കേസിലും നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷേ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു റേറ്റ് തരാറില്ല. ഏതറിയോ, ഇവിടെയുള്ള ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് തരാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ട് റേറ്റ് എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലോസിങ്ങിലുള്ള സ്പോട്ട് റേറ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്ലോസിങ്ങിൽ സ്പോട്ട് റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത സമയത്തുള്ള സ്പോട്ട് റേറ്റ് ഉണ്ടെങ്കിൽ ആ റേറ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവൈലബിൾ ഇൻഫർമേഷൻ അനുസരിച്ച് അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പറ്റും. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഇതുപോലെ തന്നെ ഫോറക്സിൻ്റെ ഏരിയ നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലേ, സെറ്റല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല.
ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള കൺസെപ്ഷ്യൽ ആയിട്ടുള്ള നോളജസ് ആണ് നമ്മൾ ഡെലിവർ ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബട്ട് ഇതാണ് അതിൻ്റെ പ്രോപ്പർ വേ ഓഫ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കും. ഇതിൻ്റെ താഴെ നമ്മൾ ഒരു ഏർലി വേഴ്സസ് ലേറ്റ് പേയ്മെൻറ്റ് ഡിസിഷൻ്റെ ഇതൊരു ക്വസ്റ്റ്യൻ എടുത്തതാണ്. അത് നിങ്ങളുടെ സിലബസിൽ അങ്ങനെ ഒരു ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് ക്വസ്റ്റ്യൻ ചോദിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തതാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയും കൂടി കവറായി പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡിസ്കഷൻ കൊണ്ടുപോകാം. അത് വെച്ചിട്ട് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൽ കാണാം. ഓക്കെ, റെഡി അല്ലേ? യെസ്.